ഗുഡ് മോർണിംഗ് വിശ്വാനല്ലോ. ചേച്ചി രാവിലെ എണീറ്റ് കണി കാണാൻ പോകുന്നു. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഇല്ല, സൂര്യൻ ഉദിച്ചില്ല. 4:40 നമ്മൾ സൂര്യൻ. ഇപ്പം 4:16 നമുക്കെന്നാ നമ്മൾ വിഷു സദ്യ കഴിക്കാൻ പോവാണ്. നമുക്ക് വാഴയില കിട്ടത്തില്ല, പേപ്പർ വാഴയില ഇല്ല കയ്യിൽ. നമുക്ക് നാട്ടിൽ പോകത്തുന്നില്ല, നമ്മൾ വാങ്ങിച്ചിട്ട് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. വാഴയില ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വാഴയില ഇടുമ്പം ഇങ്ങോട്ടിടണം അങ്ങോട്ടിടണം ആ പ്രശ്നമൊന്നുമില്ല, നീ വെക്കുക. അപ്പം നമ്മൾ ആദ്യം ചോറ് പറയണേ. ഇത്ര മതിയാ? കറിയൊക്കെ വിളമ്പുന്നതിൻ്റെ ഓർഡറൊന്നും നമുക്കറിയില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ അങ്ങ് വിളമ്പുവാണേ. ഇത് ഇഞ്ചി തീയൽ. ഇവിടെ മാങ്ങ കിട്ടില്ല, അപ്പം നമുക്ക് ക്യാരറ്റാണ് ഇതിന് പകരം. ക്യാരറ്റ് അച്ചാർ. സാധാരണ ആപ്പിളാണ് എടുക്കാറ്, നമ്മളിന്ന് ക്യാരറ്റാണ്. ഓക്കെ, ഇത് ഓറഞ്ച് അച്ചാറാണ് കേട്ടോ. ഇത് ഇഞ്ചിപ്പുളിയാണ്. ഇതൊന്നും നമ്മൾ 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചതൊക്കെ. പിന്നെ ഈ കറിക്ക് പേരില്ല. ഇത് എൻ്റെ ഒരു പുതിയ പരീക്ഷണമാണ്. എൻ്റെ വേണേ പേരിട്ടേക്കാം, സനികക്കറി. ചിലപ്പോൾ നാളെ ഫേമസ് ആയാലോ സനികക്കറി. ഇത് പയറ് ചമ്മന്തിപ്പൊടിയാണ്. നമ്മുടെ സ്വന്തം പച്ചരി. ഞാൻ സാധാരണ ഇത്ര കറിയൊന്നും ഉണ്ടാക്കാറുള്ളതല്ല, ഇതങ്ങ് അങ്ങനെ ആയിപ്പോയി. ഇത് ബീട്രൂട്ടും ക്യാബേജും കൂടി ഇട്ട തോരനാണ്. പക്ഷേ ക്യാബേജ് ഇച്ചിരി ഉള്ളതുകൊണ്ട് തന്നെ ഇച്ചിരി എടുത്തുള്ളൂ. അപ്പം ബീട്രൂട്ടാണ് കൂടുതൽ, ക്യാരറ്റാണ് കൂടുതൽ. നമുക്ക് ക്യാരറ്റ് തോരൻ പോലെ തോന്നുന്നു. ക്യാബേജുണ്ട്. എരിശ്ശേരി. ഏത് സദ്യയുടെയും ഇമ്പോർട്ടൻറ്റ് സാധനം അവിയൽ, എൻ്റെ ഫേവറേറ്റ് ആയിട്ട്. ഇത് പരിപ്പ് കറി, സാമ്പാർ, പഴം. നമ്മുടെ റഷ്യൻ പപ്പടം ഗൈസ്, റഷ്യൻ പപ്പടം വെക്കട്ടെ. പപ്പടം തന്നെയാണ്. ചെറിയൊരു പായസം കൂടി. ഇത് 2 കുക്കുംബർ. നമുക്ക് 2 പേർക്കും ഫുഡ് കഴിച്ചിട്ട് കുക്കുംബർ കഴിക്കണം. കാണും എന്താ ആസിഡ് റിഫ്ലക്സ്. പരിപ്പുള സാമ്പാറുള്ള
ഇഞ്ചി സൂപ്പ്. ഓറഞ്ച് അച്ചാറും കൊള്ളാം. പിന്നെ ഇത് ക്യാരറ്റ് അച്ചാർ. ബേസ് പുളിയിഞ്ചി അല്ലേ? ആ പുളിയിഞ്ചി. പുളി കുറവാണ്, മധുരം മുന്നോട്ട് നിൽക്കുന്നത്. കുഴപ്പമില്ല. ഇതെന്താ പറയാ, സനിയാക്കറിയാ. അത് ഇഷ്ടപ്പെടാൻ സാധ്യത, അത് മധുര അല്ലേ? ഭയങ്കര മധുരം, കടു മധുരം. അതെ, ഈന്തപ്പഴം. അതെനിക്ക് മനസ്സിലായി. അവസാനം തന്നെ കൊള്ളാം. ചമ്മന്തിപ്പൊടി. നാട്ടിലത്തെ പോലെ വന്നിട്ടുണ്ടാവില്ല. നമ്മുടെ ആ തേങ്ങാപ്പൊടി ഡ്രൈ പൊടിയല്ലേ, അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ലെ കുഴപ്പമൊന്നുമില്ല. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം. ഓലൻ നല്ലതാണ്. ഓലൻ എന്താ രുചി? എരിശ്ശേരി ഒത്തില്ലല്ലോ. കൊള്ളാം. തോന്നലാണ്. നമ്മൾ ചില സമയത്ത് ഒത്തില്ലെന്ന് തോന്നുന്ന സാധനങ്ങളായിരിക്കും. ശകല എരിവുണ്ട്. എരിവിനെ ഞാൻ മുളക് പൊടി പോലും ഇട്ടിട്ടില്ല. പക്ഷെ എരിവ് ഇടുന്ന അവയിൽ കൊള്ളാം. പക്ഷേ ശകല ഉപ്പ് കുറവുണ്ട്. കൊള്ളാം. ആ വീട് ഞാനാണോ ഉണ്ടാക്കിയത്? ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ബാക്കി ഇറങ്ങി ഇച്ചിരി ചോറ് വേണം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കട്ടായിപ്പോയത്. ആ പുളിശ്ശേരി ഉണ്ടായിരുന്നു, പൈനാപ്പിൾ പുളിശ്ശേരി. പുളിശ്ശേരി നന്നായിട്ടുണ്ട്. രസം മതി മതി. മോര് വേണ്ടേ? മധുരം നിൽക്കുന്നുണ്ട്. മധുരം തക്കാളിയുടെ മധുരം. അങ്ങനെ എൻ്റെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പൈസ അയ്യോ പറഞ്ഞു പോയ പൈസ. ഇങ്ങനെ കഴിക്കുന്നതിന് എന്തോ പറയൂലേ? ഞാൻ ക്രിസ്മസിൻ്റെ ആളല്ല, അതുകൊണ്ട് എനിക്ക് ക്രിസ്മസൊക്കെ മാറ്റി വെച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. ചേച്ചി കഴിക്കുന്ന പായസത്തിൽ കിസ്മിസ് ഇട്ട് കഴിഞ്ഞാൽ നഷ്ടമാണ് ഗൈസ്, അങ്ങനെ കളയേണ്ടി വരും. അതുകൊണ്ട് സാധാരണ ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ കിസ്മിസിൻ്റെ ഭാഗം എല്ലായിടത്തും മാറ്റി വെച്ചിട്ടാണ് ചേച്ചിക്ക് കൊടുക്കുക, കാരണം അത് മുഴുവൻ കളയും. ഇന്ന് പിന്നെ ഞാൻ
എനിക്ക് വെച്ച പായസമാണോ ചേച്ചിക്ക് വന്നതെന്ന് എനിക്കറിയത്തില്ല. കൊള്ളാവോ പായസം? ഒന്നും പറയാല്ല, ഡബിൾ പായസം. ഞാനത് കുളമാകുമെന്നാണ് വിചാരിച്ചത്. എനിക്ക് നടപ്രഥമൻ കഴിക്കാനായിരുന്നു ആഗ്രഹം. വിഷമിക്കണ്ട, നല്ല പായസം. പക്ഷേ നമ്മൾ വാങ്ങിച്ച തേങ്ങാപ്പാൽ നമ്മളെ ചതിച്ചു ഗൈസ്. മോരുണ്ടേ? ഓക്കെ, അങ്ങനെ മോരും വെള്ളത്തോടെ സദ്യ കംപ്ലീറ്റ് ആകുകയാണ്. നാട്ടിലത്തെ പോലെ തന്നെ. സദ്യക്ക് എത്ര രൂപ തരും? സദ്യക്ക് 10 out of 9 രൂപ തരുമെന്നാ ചേച്ചി? രൂപ എന്ന് പറഞ്ഞാൽ എൻ്റെ റേറ്റിംഗ് ആണ് രൂപ. ഓക്കെ ഓക്കെ, 9 ഉള്ളോ? ആ, ചമ്മന്തിപ്പൊടിയുടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്തായിരുന്നു, അവിയലിന് ശകല ഉപ്പൂറുണ്ടായിരുന്നു. പിന്നെ മറ്റേ സനികാസ് കറി അല്ലാതെ കുഴപ്പമില്ല, എല്ലാത്തിനോട് മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ അതൊക്കെയാണ്. ഞാൻ ചേച്ചിയെ പോലെയല്ല, ഞാനിങ്ങനെ എന്താ, ചേച്ചി എന്ന് പറഞ്ഞാൽ സദ്യ കഴിക്കേണ്ട രീതിയിൽ ഇത് കഴിച്ചിട്ട് ഇത് കഴിച്ചിട്ട് ഇത് കഴിച്ചിട്ട് അങ്ങനെ കഴിക്കും. അയ്യോ, അങ്ങനൊന്നുമില്ല, അങ്ങനെ തന്നെ ചേച്ചി. അങ്ങനൊന്നുമില്ല. പക്ഷെ ഞാൻ കഴിക്കുമ്പോൾ എല്ലാം കഴിക്കും, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിക്കുമ്പോൾ എനിക്ക് കഴിച്ചിട്ട് ഞാൻ എല്ലാത്തിനും ഇച്ചിരിച്ച് എടുത്തിട്ടാണ് കഴിക്കുന്നത്. ഞാനൊരു രസം അവസാനം, മോരവസാനം അങ്ങനെയൊന്നുമില്ല, എനിക്കെല്ലാം ഒരുമിച്ച് വേണം. അത് നമ്മൾ ഒരുമിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു രുചിയുണ്ട്. ഒറ്റക്കിട്ട് വെച്ച് എനിക്ക് രുചി അറിയത്തില്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒറ്റക്കിട്ടൊക്കെ കഴിക്കാറുള്ളൂ, എനിക്കങ്ങനെ ഇഷ്ടമല്ല. ഇന്ന് ഞാൻ ഓലൻ മാത്രം ഒറ്റയ്ക്ക് കഴിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനത് കഴിച്ചിട്ടില്ല, എൻ്റെ ഫസ്റ്റ് ട്രൈ അത് നോക്കട്ടെ. ഞാൻ ഒറ്റയ്ക്ക് അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചോറൊക്കെ നിൽപ്പിക്കും. നാട്ടില് വെള്ളരിക്ക ഇടുന്നല്ലോ ഓലന, ഇവിടെ നമുക്ക് കുമ്പളങ്ങ. ഇവിടെ നമുക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന പയറെന്ന് പറയുന്നത് സോയ പയറും, പിന്നെ വെള്ളരിക്ക കുമ്പളങ്ങയ്ക്ക് പയർ നമ്മൾ ഇട്ടേക്കുന്നത് എന്താ പറയുക, കക്കിടി സുച്ചിനിയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, സുച്ചിനിയാണ് ഇട്ടേക്കുന്നത്. ഇത് കൊള്ളാം, ഇതാണ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ. നിങ്ങൾക്കാർക്കും ഓലൻ ഇഷ്ടമില്ലെന്നല്ലേ പറഞ്ഞേ? പ്രത്യേകിച്ച് ഗുണം അല്ല, പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഇതെന്ന് പറഞ്ഞാൽ തേങ്ങയുടെ രുചി, അതെനിക്കിഷ്ടം. തേങ്ങാപ്പാലല്ലേ? ആ, തേങ്ങാപ്പാലിൻ്റെ രുചി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിങ്ങനെ പറയാ, സ്വിച്ചിന് ഇങ്ങനെ അലിഞ്ഞു പോകുന്നില്ലേ, ഇതിങ്ങനെ അങ്ങനെ നടക്കുന്ന സാധനമൊക്കെ ഇഷ്ടം. ഇനി ഒരുപാട് കറി ഉണ്ടാണ്ട് എന്ത് കഴിക്കണമെന്ന് അറിയത്തില്ല. എനിക്ക് ഒറ്റക്കറി കഴിക്കുന്നത് ഇഷ്ടം. പക്ഷെ സദ്യ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഒറ്റക്കറിയുള്ള ഫുഡാണ് എനിക്ക് ഇഷ്ടം. കാരണം നമുക്ക് അറിയാം, രുചി അറിയാം, അങ്ങനെ. ഓക്കെ, ഓലൻ സൂപ്പറാട്ടോ. എൻ്റെ ഫസ്റ്റായിട്ട് ഇത് കഴിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആരാണ് ഷെഫ്? ചേച്ചി, നിത്യേച്ചി ഉണ്ടാക്കിയതാണ്. ഞാൻ ചേച്ചി ഉണ്ടാക്കിയ ഓലനാണ് ആദ്യമായിട്ട് കാണുന്നത് ഓലനായിട്ട്. ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ ആദ്യമായിട്ട് കഴിക്കുന്നത് ചേച്ചി ഉണ്ടാക്കിയ ഓലനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അച്ചാറെല്ലാം ചേച്ചിയുടെ കേട്ടോ, ചേച്ചി അച്ചാർ പുളിയിട്ടിടും. പിന്നെ ഇഞ്ചിത്തിയിൽ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല, ഇടയ്ക്ക് മാത്രമേ കഴിച്ചത്. മീൻസ് എൻ്റെ കുഞ്ഞിനെ കണ്ട് കഴിച്ച ഒരു ഓർമ്മയുള്ളൂ. അമ്മച്ചി ഉണ്ടായിരുന്നു, മീൻസ് എൻ്റെ അപ്പയുടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പം അപ്പയുടെ അമ്മ സദ്യ ഉണ്ടാക്കുമ്പോഴായിരുന്നു
ഓണസദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇഞ്ചിത്തീയിൽ കഴിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഇഞ്ചിത്തീയിൽ കഴിച്ചിട്ടില്ല. അത് അമ്മച്ചി ഉണ്ടാക്കുന്ന രുചി. പഴയ ഒരു ഓർമ്മ തന്നു. മെമ്മറീസ് ട്രിഗേർഡ്. ഇഞ്ചിത്തീയിൽ ചേച്ചി ഉണ്ടാക്കാൻ തുടങ്ങിയെന്നുള്ളത് ഞാൻ എൻ്റെ അമ്മച്ചിനെ ഓർക്കുന്നതാണ്. അമ്മച്ചിയുടെ ഒരു മാസ്റ്റർ പീസ് ആയിരുന്നു ഇഞ്ചിത്തീയിൽ. ഓക്കെ, സദ്യ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാമറ വെച്ചോണ്ട് ഞാൻ കഴിക്കൂല. ഓക്കെ അങ്ങനെ വിഷു ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ബൈ. ബൈ. ഞാൻ അടയ്ക്കത്തില്ലേ?